ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായ ദിവസങ്ങളിലായിരിക്കാൻ നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ തുടർമാനം വചനം ധ്യാനിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തുടർമാനം നമ്മൾ വചനം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. ആ വചനത്തിലേക്ക് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങൾ വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, അത് ആരും തിരിച്ചറിയുന്നു ഇല്ലല്ലോ. സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വീണ്ടും ഞങ്ങളെ മനസ്സിലാക്കി തരണം. യേശുനാമം തന്നെ ആമേൻ. 13 അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു എങ്കിലും 14 അധ്യായത്തിൽ ഹല്ലേലൂയ കൃപാവരങ്ങളെക്കുറിച്ചാണ് കർത്താവ് അപ്പോസ്തലൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ പ്രവചനവരത്തെ തുച്ഛീകരിക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ പ്രവചനവരത്തെ വാഞ്ചിപ്പീൻ എന്ന് അവിടെ പറയുന്നു. സ്തോത്രം. അതുമാത്രമല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതായി നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. സ്തോത്രം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയേ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ ഓരോരുത്തരും ഇതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അന്യഭാഷയോട് പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ അന്യഭാഷയിൽ അഭിഷേകം പ്രാപിപ്പാൻ ഈ ദിവസങ്ങൾ, ഈ നാളുകൾ പ്രാർത്ഥിക്കുക, വാഞ്ചിക്കുക. അതിനുവേണ്ടി നാം വാഞ്ചിക്കണം. നമുക്ക് അന്യഭാഷ കർത്താവിൻ്റെ വചനം പറഞ്ഞ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അന്യഭാഷ പറയുന്നവൻ ഹല്ലേലൂയ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോടാണ്. സ്തോത്രം. മാത്രമല്ല, പിശാചിനത് മനസ്സിലാകില്ല. കാരണം ദൈവത്തോട് പറയുന്ന ആ ഭാഷ പിശാചിനറിയില്ല. കാരണം ആത്മീയ മർമ്മങ്ങളെയാണ് നാം കർത്താവിനോട് സംസാരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, സഭയിൽ അന്യഭാഷ സംസാരിക്കുന്നവൻ അതിൻ്റെ വ്യാഖ്യാനം കൂടെ വാഞ്ചിപ്പീൻ എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. കാരണം പരസ്പരം നാം ഹല്ലേലൂയ ഒരു ആത്മീയ സഭയിലായിരിക്കുമ്പോൾ അന്യഭാഷ മാത്രം സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് അത് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹല്ലേലൂയ അന്യഭാഷ സംസാരിക്കുവാൻ അത് വ്യാഖ്യാനവരും കൂടെ വാഞ്ചിപ്പീൻ. കാരണം അത് അന്യഭാഷ ഇപ്പോൾ പറയുന്നത് എന്താണ്, ആ പറയുന്നത് എന്താണ് എന്നുള്ളത് വ്യാഖ്യാനിക്കുക. സ്തോത്രം. അപ്പോൾ ആ വ്യാഖ്യാനവരം കൂടെ വാഞ്ചിപ്പീൻ എന്ന് കർത്താവിൻ്റെ വചനത്തിൽ, ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രവചിക്കുന്നവന് ആത്മീയ വർധനവ് പ്രാപിക്കുന്നു, പ്രബോധിക്കുക, മറ്റുള്ളവരെ വചനത്തിൽ കൂടെ പ്രബോധിപ്പിക്കാൻ നമ്മൾ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. രോഗശാന്തി ശുശ്രൂഷ, ഭൂതസാധ്യ ശുശ്രൂഷ, ഹല്ലേലൂയ പ്രവചനം, രോഗശാന്തി, പ്രാർത്ഥന ഒരു വരമാകട്ടോ. ഹല്ലേലൂയ ആർക്കും കഴിയാത്തതാണ് പ്രാർത്ഥന. കാരണം ദൈവസന്നിധിയിൽ കർത്താവ് പോലും മണിക്കൂറുകൾ പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ദൈവം പറയുന്നുണ്ട്. അതുപോലെ വ്യക്തികളെ വിവേചിക്കുക. സ്തോത്രം. അതായത് ഒരു വ്യക്തി ദൈവസഭയിലേക്ക് കടന്നു വരുമ്പോൾ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ആത്മീയ വരങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കുകയും ചെയ്യുകയും, ഹല്ലേലൂയ മാത്രമല്ല, ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ ആത്മാവിൽ വിവേചിക്കുമ്പോൾ അവനിലുള്ള പാപത്തിൻ്റെ തിന്മ ശക്തികളെ നമുക്ക് ബോധ്യമാകുവാനിടയായിത്തീരും. അപ്പോൾ അവന് ഹല്ലേലൂയ അവൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് കർത്താവ് സ്പഷ്ടമായി അറിയിക്കുവാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ നാം വിവേചിച്ച് സംസാരിക്കുമ്പോൾ അവനിൽ കുറ്റബോധമുണ്ടാകുകയും അവൻ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഇടയായിത്തീരുകയും ചെയ്യുന്നു. സ്വതം ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവനെ വിവേചിക്കുന്നത്, പ്രാർത്ഥന കൃപാവരങ്ങൾ ഒന്ന് ഏറ്റവും മെയിനാണ് വിവേചനവരം. അപ്പോൾ അങ്ങനെ നാം ഒരു വ്യക്തി കടന്നു വരുമ്പോൾ അവരെ വിവേചിച്ച് അവരോട് പ്രവചിച്ച് പറയുമ്പോൾ അവന് അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യത ഉണ്ടായി, അവൻ തിന്മയെക്കുറിച്ച് ബോധ്യത ഉണ്ടായി, അവന് മാനസാന്തരമുളവാകുന്നു എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ശക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ പ്രവചന വചനത്തെ വാഞ്ചിപ്പീൻ, ഹല്ലേലൂയ മാത്രമല്ല കൃപാവരങ്ങളിൽ ഉറ്റിരിപ്പീൻ, ഹല്ലേലൂയ സ്തോത്രം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ ഒക്കെയും ദൈവം നമ്മളെ പറയുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നാം പ്രാർത്ഥിക്കുക. മാത്രമല്ല ദൈവത്തിൻ്റെ വചനം വീണ്ടും ശക്തമായി പ്രാർത്ഥിക്കണം. അവിടെ 14 അധ്യായം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബുദ്ധി കൊണ്ടും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു.
ബുദ്ധിയോട് പറഞ്ഞാൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധി അബലമായി പോകുന്നു. അവിടെ നമ്മുടെ ബുദ്ധി ഒരിക്കലും വർക്കാവുന്നില്ല. അപ്പോൾ അത് നാം പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലെ കർത്താവ് ദൈവത്തോടാണ് നാം സംസാരിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ, പൗലോസായ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. പക്ഷേ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നിലുള്ള ബുദ്ധി അബലമായി പോകുന്നു എന്ന് കാണുന്നു. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ പറയുന്ന ആത്മാവ് പ്രാപിപ്പാൻ അന്യഭാഷ അടയാളത്തോടെ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് സംസാരിപ്പാൻ ഇടയായിത്തീരട്ടെ. സ്വത്രം. അതുമാത്രമല്ല, കൃപാവരങ്ങൾക്ക് വേണ്ടി കൃപാവരങ്ങളെ നാം വാഞ്ചിക്കണം. രോഗശാന്തി, ഭൂതശാന്തി, വെളിപ്പാട്, ദർശനങ്ങൾ, പ്രവചനപരം, വ്യാഖ്യാനപരം, അതുപോലെ വിവേചനപരം, ഇതൊക്കെയും 9 കൃപാവരങ്ങളെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രാപിപ്പാൻ, ഇതൊക്കെ നാം ചോദിച്ചാൽ ദൈവം നമുക്കിതൊക്കെ നൽകും. അപ്പോൾ നാം എപ്പോഴും ഈ ലോകത്തിലുള്ളതല്ല വാഞ്ചിക്കേണ്ടത്. നാം എപ്പോഴും കർത്താവിൻ്റെ വചനം 14 അധ്യായം പറയുന്നത് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കണം. ആദ്യം നാം പരിശുദ്ധാത്മാവിനെ വാഞ്ചിക്കണം. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശേഷം നമ്മൾ ആത്മീയ വരങ്ങളെ പ്രാപിപ്പാൻ നാം ആഗ്രഹം ഉള്ളവരായി തീരണം. സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലം ഹല്ലേലൂയ, നാം അഭിഷേകം പ്രാപിക്കുക, ആത്മീയ അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, ആത്മീയ കൃപാവരങ്ങൾ പ്രാപിച്ച്, ആത്മീയ കൃപാവരങ്ങൾ എന്തിനാണ്? നമുക്ക് മാത്രമല്ല, സഭയ്ക്ക് ആത്മീയ വർധന നൽകാനാണ്. സ്തോത്രം. പരസ്പരം പ്രവചിക്കുന്നവൻ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഒരു വ്യക്തിയെ, മറ്റുള്ളൊരു വ്യക്തിയെ നാം ദൈവത്തോട് അറിയിക്കുന്ന ദൂതാണ്. സ്തോത്രം. മീഡിയേറ്ററാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. കാരണം ദൈവത്തിൽ മധ്യസ്ഥനായി നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത് ജനത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ അവരുടെ ഹല്ലേലൂയ ഇന്നും ഇന്നലകളെയും ഹല്ലേലൂയ വരുവാനുള്ളതും പ്രവചിക്കുക മാത്രമല്ല പ്രവാചകൻ ചെയ്യുന്നത്, അവനെക്കുറിച്ചുള്ള പാപബോധം, അവൻ ചെയ്ത തിന്മ, അവനുള്ള പാപം നമുക്ക് കാണാൻ കഴിയുന്ന നാഥാം പ്രവാചകനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ശക്തനായ പ്രവാചകനായിരുന്നു നാഥാം പ്രവാചകൻ. അത് ദാവീദ് രാജാവായിരിക്കുമ്പോൾ തന്നെ ദാവീദിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുക, നീ ചെയ്ത പാപം ഇന്നതാണ്. ആ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അതാണ് പ്രവാചകൻ. പ്രിയ ദൈവമക്കളെ, വെറും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവിക കൃപാവരങ്ങൾ ഇന്ന് ഹല്ലേലൂയ കേവലമായി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വിറ്റഴിക്കുന്ന ഒരു ഇതായിട്ട് നാം കാണുന്നത്. പക്ഷേ യഥാർത്ഥമായി ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, യഥാർത്ഥമായി ദൈവം നമ്മളിൽ തന്ന അഭിഷേകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ കൃപാവരങ്ങൾ ദൈവിക സഭയ്ക്ക് ആത്മീയ വർധന പ്രാപിക്കേണ്ടതാണ്. മറ്റല്ല, ഒരു പാവി ദൈവസഭയിൽ കടന്നു വന്നാൽ അവന് പാപബോധം, അവൻ ചെയ്തതിന് അവന് തിന്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവന് വിവേചിക്കുമ്പോൾ ആ പാപം പറഞ്ഞ് അവനെ മനസ്സിലാക്കി കൊടുത്തിട്ട് അവന് പാപബോധം ഉണ്ടായിട്ട് ആ വ്യക്തി രൂപാന്തരപ്പെട്ട് ദൈവത്തോട് ചേർത്തക്കവണം. അതാണ് ഹല്ലേലൂയ പ്രവചനം, അല്ലെങ്കിൽ അതാണ് വിവേചനപരം. അങ്ങനെ ആത്മീയ വർധനവ്, അങ്ങനെ ആണ് കൃപാവരങ്ങൾ. ആ ദൈവീയ സഭയ്ക്ക് ആത്മീയ വർധനവിന് ഉതകുന്നതായിരിക്കണം കൃപാവരങ്ങൾ. സ്തോത്രം. എന്ന് പൗലോസ് അപ്പോസ്തലൻ 14 അധ്യായത്തിൽ 1 കൊരിന്ത്യർ 14 അധ്യായം വളരെ സ്പഷ്ടമായി നാം എന്തിനു വേണ്ടി വാഞ്ചിക്കണം? കൃപാവരത്തിന് വേണ്ടി വാഞ്ചിക്കണം. പ്രത്യേക പ്രവചനത്തിന് വേണ്ടി നിങ്ങൾ വാഞ്ചിപ്പിൻ എന്നാണ് കർത്താവ് പറയുന്നത്. സ്വതം. ഹല്ലേലൂയ. കാരണം പ്രവചനം എന്തിനാണ് വാഞ്ചിക്കുന്നത്? നാം മറ്റൊരു പാവി സഭയിൽ കടന്നു വരുമ്പോൾ അവന് പാപബോധം ഉളവാക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി അവനെ ഉദകത്തി തക്കണം, അവനെ ആക്കിയെടുക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആകിയാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കൃപാവരങ്ങൾക്ക് വേണ്ടി വാഞ്ചിക്കാം. വെളിപ്പാടും ദർശനവും ഒക്കെ രോഗശാന്തിയൊക്കെ കാരണം ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളാണ്. അതൊക്കെ നാം വാഞ്ചിച്ചാൽ ദൈവം നമുക്ക് നൽകുവാൻ, നാം ചോദിച്ചാൽ ദൈവം നമുക്ക് തരുവാനിടയായിരിക്കും. അങ്ങനെ നാം ശക്തരായി തീരുവാനിടയായി തീരും. ആകിയാൽ ഈ നാളുകളിൽ ദൈവത്തിന് വേണ്ടി, ദൈവീയ ആത്മീയ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി, കൃപാവരങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനാണെങ്കിൽ നാം വാഞ്ചിച്ചാൽ, നാം പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് ആത്മീയ വരങ്ങളെ ദൈവം നൽകുവാനിടയായി തീരും. മാത്രമല്ല, നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. അന്യഭാഷയെ പ്രാർത്ഥിപ്പാനിടയായി തീരണം. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ആകയാൽ ഈ നാളുകളിൽ നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ ഇടയായി തീരണം. സ്തോത്രം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.